നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഹാരി ബ്രൂക്ക്, ഇംഗ്ലണ്ടിൻ്റെ 2020 ടീം ക്യാപ്റ്റൻ, ഇന്നലെ പാകിസ്ഥാനെതിരെ ബ്രൂക്ക് നേടിയ സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു അപാര ഇന്നിങ്സാണ്. അതിന് കാരണങ്ങളുണ്ട്. ബ്രൂക്കിനോട് ഇന്നലെ കളിയുടെ നടക്കാൻ പോകുന്നതിന് ദിവസം രാവിലെയാണ് കോച്ച് ബ്രണ്ടൻ മക്കല്ലം ഒരു കാര്യം ചോദിക്കുന്നത്. അതായത് ബ്രൂക്കിനോട് മധ്യനിരയിൽ നിന്ന് മാറി 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാമോ? ഏറെക്കാലമായി ക്രിക്കറ്റ് വിദഗ്ധർ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ കളി ഫോളോ ചെയ്യുന്ന ക്രിക്കറ്റ് വിദഗ്ധർ എല്ലാം ആവശ്യപ്പെടുന്നതാണ് 2020 ഹാരി ബ്രൂക്ക് 3-ാമതായി ബാറ്റ് ചെയ്യണം. ബ്രൂക്ക് യാതൊരു മടിയും പറഞ്ഞില്ല, യാതൊരു മടിയും കൂടാതെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അദ്ദേഹം ക്യാപ്റ്റൻ കൂടിയാണ് ടീമിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ അദ്ദേഹം 3-ാമത് ബാറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നു. തുടർന്ന് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നു. 164 റൺ നേടുന്നു. 165 റൺസിൻ്റെ വിജയലക്ഷ്യവുമായി ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ക്രിക്കറ്റ് ലോകം, പ്രത്യേകിച്ച് വിദഗ്ധർ കരുതിയിരുന്നത് അത്ര എളുപ്പമല്ല. കാരണം പാകിസ്ഥാന് മികച്ച സ്പിന്നേഴ്സ് ഉണ്ട്. ഉമർ താരിഖ് അടക്കം നല്ല സ്പിന്നർമാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ട് സ്പിന്നിനെതിരെ കളിക്കാൻ അത്ര മികച്ച ടീമല്ല. ഇതൊക്കെ വെച്ച് 160-165 ഒരു മികച്ച ടോട്ടലാണ്, ഒരു നല്ല സ്കോറാണ്. അത്ര എളുപ്പമല്ല, കീഴടക്കാൻ എളുപ്പമല്ലാത്തൊരു സ്കോറാണ്. പ്രത്യേകിച്ചും ആ പിച്ചിൽ കളി തുടങ്ങി റണ്ണെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിന് ആദ്യ വിക്കറ്റ് പോയി. 17 റണ്ണാകുമ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റ് പോയി. 35 റണ്ണിൽ നിൽക്കെ 3-ാമത്തെ വിക്കറ്റും പോയി. പിന്നീട് 58 റൺസ് എടുക്കുന്നതിന് 4-ാമത്തെ വിക്കറ്റും പോയി. അപ്പോൾ ചുരുക്കത്തിൽ 58-4 എന്ന നിലയിലായി. അപ്പോഴൊക്കെ ബ്രൂക്ക് ഒരറ്റത്തുണ്ട്. കളിയുടെ 3-ാമനായി ഇറങ്ങുമ്പോൾ ആദ്യ വിക്കറ്റ് പോയ ഉടനെ തന്നെ 1 ഡൗൺ എന്ന നിലയിൽ ഇറങ്ങുന്നവരാണല്ലോ 3-ാമതായിട്ട് ഇറങ്ങുന്നത്. 3-ാമനായിട്ട് ബ്രൂക്കുണ്ട്. ബ്രൂക്ക് പതുക്കെ കളിയെ അസസ് ചെയ്ത്, പിച്ചിനെ അസസ് ചെയ്ത് കളിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഇടംകൈയനായിട്ടുള്ള സാം കറനുമൊത്ത് പതുക്കെ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് വന്നു. 4 വിക്കറ്റ് പോയതിനു ശേഷം ബിൽഡ് ചെയ്യാൻ തുടങ്ങി. സ്പിന്നേഴ്സിനെ ആദ്യം കുറച്ച് സംശയത്തോടെ കളിച്ച ബ്രൂക്ക് പിന്നീട് പതുക്കെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു. 27 പന്തിൽ 50 റൺ അടിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ബ്രൂക്കിന് ഒരു ക്ഷമ ഉണ്ടായില്ല. ബ്രൂക്ക് നല്ല അടിച്ച് തകർത്ത് കളഞ്ഞു. അവസാനം 50 പന്തിൽ 100 റൺ എടുത്തു. 2020 ആദ്യത്തെ സെഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റേത്. 50 പന്തിൽ 100 റണ്ണാണ് അടിച്ചത്. 51-ാമത്തെ പന്തിൽ ഔട്ട് ചെയ്തു. ഷഹീൻ ഷാ അഫ്രീദിയുടെ ഒരു യോർക്കർ ലെങ്ത് പന്തിൽ ക്ലീൻ ബൗൾഡായിട്ടാണ് ബ്രൂക്ക് ഔട്ടായത്. പക്ഷേ ബ്രൂക്ക് ഇന്നലെ തെളിയിച്ച ഒരു കാര്യമുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ, ഒരു 3-ാം നമ്പർ ബാറ്റർ എന്ന നിലയിൽ എങ്ങനെ 2020 കളിക്കണം, എങ്ങനെ ഉത്തരവാദിത്വത്തോടെ ആദ്യം പതുക്കെ തുടങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായ ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു ഇന്നലത്തെ ബ്രൂക്കിൻ്റെ. പ്രത്യേകിച്ചും സ്പിന്നിനെതിരെ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ 2020 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 155 സ്പിന്നിനെതിരെ അദ്ദേഹത്തിന് 129 സ്ട്രൈക്ക് റേറ്റ് സാധാരണ ഉള്ളൂ. അതുപോലെ തന്നെ ശരാശരി എന്ന് പറയുന്ന സ്പിന്നിനെതിരായ ശരാശരി എന്ന് പറയുന്നത് 18 ബ്രൂക്കിൻ്റെ. പക്ഷേ ഇന്നലെ ആ പരിമിതികളെല്ലാം അദ്ദേഹം മറികടന്നു. പാകിസ്ഥാൻ്റെ മികച്ച സ്പിന്നർമാർ ഉമർ താരിഖ്, നവാസ്, ഷതാബ്, ഈ സ്പിന്നർമാരെ എല്ലാം അദ്ദേഹം മികച്ച രീതിയിൽ നേരിട്ടു. ഫാസ്റ്റ് ബോളർമാരെയും മികച്ച രീതിയിൽ നേരിട്ടു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്പിന്നർമാരാണ് എന്നുള്ളതുകൊണ്ടാണ് സ്പിന്നർമാരെ പ്രത്യേകിച്ച് പറയുന്നത്. സ്പിന്നർമാരെ നേരിട്ട് മികച്ച കളി അദ്ദേഹം കളിച്ചു. അത്യുജ്വലമായിട്ട് ഇന്നിങ്സ് ഉണ്ടാക്കി. 4 വിക്കറ്റ് പോയ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം 1 വിക്കറ്റ് കൂടി ആ ഘട്ടത്തിൽ വീണിരുന്നെങ്കിൽ തീർന്നേനെ, കളി തീർന്നു. പാകിസ്ഥാൻ ജയിക്കും കളി, അത് ഉറപ്പാണ്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവാതെ ഏതാണ്ട് ജയത്തിൻ്റെ വക്കിലെത്തിയിട്ടാണ് 51-ാമത്തെ പന്തിൽ 100 റണ്ണിലാണ് ബ്രൂക്ക് ഔട്ടാകുന്നത്. ബ്രൂക്ക് ഔട്ടായതിന് ശേഷം ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിരുന്നു. പടപടയെന്നാണ് 2-3 വിക്കറ്റ് പോയത്. 8 വിക്കറ്റ് അങ്ങ് നഷ്ടപ്പെട്ടു. അവസാന ഓവറായി
പാകിസ്ഥാൻ കളിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. ആർക്കും ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇംഗ്ലണ്ട് തോൽക്കുമോ എന്ന് പോലും ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ബ്രൂക്കിൻ്റെ ഇന്നിങ്സ് എത്ര നിർണായകമായിരുന്നു. ബ്രൂക്ക് 58-4 എന്ന നിലയിൽ നിൽക്കുന്ന സമയത്ത് ബ്രൂക്കിനെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർത്തും ഇംഗ്ലണ്ട് എങ്ങനെ ചൂളിപ്പോകുമായിരുന്നു, എങ്ങനെ തകർന്നു പോകുമായിരുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ബ്രൂക്ക് ഔട്ടായതിനു ശേഷമുള്ള ആ കൂട്ടത്തകർച്ച. എന്തായാലും അവസാനം 8 വിക്കറ്റ് പോയതിന് ശേഷം ഇംഗ്ലണ്ട് കഷ്ടിച്ച് കടന്നുകൂടി, ജയിച്ചു, സെമിഫൈനലിലെത്തി. ഒരു ലോകകപ്പിൻ്റെ സെമിഫൈനലിലേക്ക് ബ്രൂക്ക് ഏതാണ്ട് ഒറ്റയ്ക്ക് ഇടയ്ക്ക് വെച്ച് സാം കറൻ്റെയും വിൽ ജാക്സിൻ്റെയും ചെറിയ തെറ്റില്ലാത്ത സപ്പോർട്ട് പിന്തുണ കിട്ടി. അത് മറക്കേണ്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും 80% കളിയുടെ 80% ഹാരി ബ്രൂക്കാണ് നിയന്ത്രിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ ബ്രൂക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച കളി കളിച്ചു. സാഹചര്യത്തിനനുസരിച്ചിട്ട് ഡിഫെൻസീവായും അഗ്രസീവായും കളിച്ചു. ഡിഫെൻസീവായി കളിക്കേണ്ട സമയത്ത് അങ്ങനെയും, സിംഗിൾ എടുത്ത് കളിക്കേണ്ടപ്പോൾ അങ്ങനെയും, അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ടപ്പോൾ അങ്ങനെയും കളിച്ചു. അങ്ങനെ വളരെ വളരെ മനോഹരമായി, വളരെ ശ്രദ്ധിച്ച് ഇന്നിങ്സ് കെട്ടിപ്പടുത്ത് ഇംഗ്ലണ്ടിനെ സ്വന്തം ക്യാപ്റ്റൻ തന്നെ വിജയിപ്പിച്ച് സെമിഫൈനലിൽ എത്തിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ബ്രൂക്കിൻ്റെ ഇന്നിങ്സിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്പിന്നിനെ നേരിട്ട രീതി. മറ്റൊന്ന്, ഇന്നിങ്സ് കെട്ടിപ്പടുത്ത രീതി. ക്ഷമയോടെ എടുത്തു ചാടാതെ അദ്ദേഹം കാണിച്ച ആ ഒരു രീതി. അതിനേക്കാളും മികച്ച ഒന്ന്, ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം. ഒരു ക്യാപ്റ്റൻ എന്താണോ ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിട്ട് ബ്രൂക്ക് മാറുന്നു. ഈ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് എന്ന് ബ്രൂക്ക് തെളിയിക്കുന്നു. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഒരു ബാറ്റർ എന്ന നിലയിൽ, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം കാണിച്ച് തന്ന കളി എന്ന് പറയുന്നത് മികച്ചതാണ്. ബ്രൂക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ അദ്ദേഹം അത്രയൊന്നും ശോഭിച്ചിരുന്നില്ല. ഇടക്കാലത്തൊരു ചെറിയ ഉഗ്രം ഫോമിലായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് ചെറിയൊരു ലീൻ പാച്ച് അദ്ദേഹത്തിനുണ്ടായി. ചെറുതായിട്ട് അദ്ദേഹം കുറച്ചൊന്ന് മോശമായിരുന്നു കളി. അത് പക്ഷേ ഇന്നലെ ഒരു സാഹചര്യത്തിൽ, അത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന് നിർണായകമായിരുന്ന ഇന്നിങ്സ് വേണ്ടിയിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കളിച്ച് ജയിപ്പിച്ച് ഇംഗ്ലണ്ടിനെ സെമിഫൈനലിൽ എത്തിച്ചു. ഇതുവരെ ഇന്നലെ പാകിസ്ഥാനെതിരെ കളിക്കുന്നതിന് മുമ്പ് വരെ ശരാശരി കളിയാണ് ഇംഗ്ലണ്ട് കളിച്ചിരുന്നത്. നേപ്പാളിനെതിരെയൊക്കെ 4 റണ്ണിനൊക്കെയാണ് ഇംഗ്ലണ്ട് ജയിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ. അതിൽ നിന്ന് തന്നെ അവർ വളരെ ശരാശരിയായിട്ടുള്ള കളിയാണ് കളിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ തൊട്ട് അവർ വളരെ വെരി സീരിയസ്, വളരെ ഗൗരവത്തോടു കൂടി കളിയെ, പാകിസ്ഥാനെ പോലെ ഒരു ടീമിനെ തോൽക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ക്യാപ്റ്റൻ തന്നെ മുന്നിൽ നിന്ന് നയിച്ച് ജയിപ്പിച്ച് ആ ആത്മവിശ്വാസത്തിലേക്ക് ഇംഗ്ലണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെമിഫൈനൽ, ഫൈനൽ 2 കളികളാണുള്ളത്. ആ 2 കളിയിലും ഇന്നലെ കാണിച്ച അതേ ആർജവത്തോടെ ഇംഗ്ലണ്ടിന് കളിക്കാൻ കഴിഞ്ഞാൽ, ഹാരി ബ്രൂക്കിന് കളിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഹാരി ബ്രൂക്ക് ഒരു തകർപ്പൻ അടിക്കാരൻ എന്നതിന് അപ്പുറത്തേക്ക് കുറേ കൂടി പക്വതയുള്ള ക്ഷമയുള്ള ഒരു ബാറ്ററായും ഉത്തരവാദിത്വ ബോധമുള്ളൊരു ക്യാപ്റ്റനായും വളർന്നു എന്ന് കാണിക്കുന്ന ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നലത്തേത്. അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം, അതൊരു ബാറ്റർ എന്ന നിലയിലുള്ള ഒരു ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം കുറേ കൂടി പാകത ആർജിക്കുന്നത് കാണിച്ചു തരുന്ന തരത്തിലുള്ള ഒരു കളിയാണ് ബ്രൂക്കിൻ്റെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കളി ബ്രൂക്കിൻ്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ബ്രൂക്ക് എന്ന കളിക്കാരൻ, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിൽ അവർ വിലയിരുത്തുന്ന അവരുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടാണ് ഈ യങ്സ്റ്റേഴ്സ്, ഈ ചെറുപ്പക്കാരിൽ യുവ ബാറ്റർമാരിൽ ഏറ്റവും മികച്ച ബാറ്ററായിട്ടാണ് ബ്രൂക്കിനെ കാണുന്നത്. ബ്രൂക്ക് ഇപ്പോൾ തന്നെ ഈ 26 വയസ്സിനുള്ളിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10 സെഞ്ചുറി നേടിയ താരമാണ്. 35 ടെസ്റ്റേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് 10 ടെസ്റ്റ് സെഞ്ചുറി അദ്ദേഹം നേടിക്കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ക്രിക്കറ്റർ കഴിവ് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ഗംഭീര ക്രിക്കറ്ററാണെന്നാണ് അർത്ഥം, ഗംഭീര ബാറ്ററാണെന്നാണ് അർത്ഥം. ഇനിയും ഇപ്പോൾ 26 വയസ്സായിട്ടുള്ളൂ ബ്രൂക്കിന്. ഇനിയും ചുരുങ്ങിയത് ഒരു പതിറ്റാണ്ട്, ഒരു ദശകം, 10 വർഷം ചുരുങ്ങിയത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൂക്കിൽ വലിയ പ്രതീക്ഷയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല, ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ ആശ്രയിക്കാം
അദ്ദേഹത്തെ നല്ലൊരു ക്യാപ്റ്റനാണ് അദ്ദേഹം എന്നുകൂടി തെളിയിക്കുന്ന തരത്തിലുള്ള കളിയാണ് ഇന്നലെ അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ളത് കാഴ്ചവെച്ചത്. അതും പ്രത്യേകിച്ച് 2020 എടുത്തുചാട്ടത്തിൻ്റെ ഒരു മൈതാനമാണ് ശരിക്കും യഥാർത്ഥത്തിൽ 2020. ആ 2020 തന്നെ തീർത്തും പക്വതയാർന്ന ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ട് ബ്രൂക്ക് വലിയ സന്ദേശമാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിനും ഇംഗ്ലണ്ടിൻ്റെ ആരാധകർക്കും ലോകത്തിനാകെ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു വരുന്ന എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ, ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ജോ റൂട്ടിന് ശേഷം ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കളിക്കാരൻ എന്ന ലേബൽ അത് ആൾറെഡി തന്നെ ഇപ്പോൾ തന്നെ ഹാരി ബ്രൂക്കിനുണ്ട്. ഹാരി ബ്രൂക്ക് അതിനനുസരിച്ചിട്ടുള്ള കളിയാണ് കരിയറിൽ ഉടനീളം കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന തരത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10 സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വളരെയധികം തെളിയിച്ചതാണ്. പരിമിത ഓവർ ക്രിക്കറ്റിലും അദ്ദേഹം പൊതുവെ തന്നെ അടിസ്ഥാനപരമായി തന്നെ ആക്രമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ്. ഏത് എതിർ ടീമിൻ്റെയും മനോവീര്യം തല്ലി തകർക്കുന്ന ഒരു ബാറ്ററാണ്. ഏത് സാഹചര്യത്തിലും, കളിയുടെ ഏത് സാഹചര്യത്തിലും അടിച്ച് തകർത്ത് സ്വന്തം ടീമിനെ മുന്നോട്ട് കൊണ്ടുവരാനും എതിർ ടീമിന് കടുത്ത സമ്മർദ്ദം നൽകാനും കഴിയുന്ന ഒരു ബാറ്ററാണ് ഹാരി ബ്രൂക്ക്. അങ്ങനെയുള്ള ഒരു ബാറ്ററായിട്ടാണ് ഇതുവരെ അറിയപ്പെട്ടിരുന്നത് ഇന്നലെ വരെ. പക്ഷേ ഇനി മുതൽ ഇന്നലത്തെ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ കളി ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. ആ കളിയോടുകൂടി ഇന്നലത്തെ 51 പന്തിൽ നേടിയ ഈ 100 റണ്ണോടുകൂടി തന്നെ അദ്ദേഹം ഒരു ഘട്ടം തൻ്റെ കളി ജീവിതത്തിലെ കരിയറിലെ ഒരു ഘട്ടം പിന്നിട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. അത് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും ബാറ്റർ എന്ന നിലയിൽ കൂടുതൽ പക്വത ആർജിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലൂടെ ഹാരി ബ്രൂക്കിന് കുറച്ചു കാലം കൂടി കടന്നു പോകാൻ കഴിഞ്ഞാൽ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ട് ഹാരി ബ്രൂക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നത് തർക്കമില്ല. അതിനുള്ള പ്രതിഭ ആദ്യം മുതലേ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പ്രതിഭ മാത്രം പോരാ, കളിയിൽ പാകത, പിന്നെ ക്ഷമ, ഇതൊക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഹാരി ബ്രൂക്കിന് ചില സമയത്ത് അത് ഇല്ലയോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരൊറ്റ ഇന്നിങ്സിലൂടെ അത് ഉള്ള കളിക്കാരനാണ് അതിലേക്ക് താൻ പാകപ്പെട്ടു എന്ന് ഹാരി ബ്രൂക്ക് തെളിയിച്ചു. ബ്രൂക്ക് ഇനിയും ഈ നിലയിൽ തന്നെ കളി തുടരട്ടെ.